വടക്കാഞ്ചേരി തിരുത്തിപ്പറമ്പിൽ പിതാവിനെയും മകനെയും വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതികൾ അറസ്റ്റിൽ. തിരുത്തിപ്പറമ്പ് പ്ലാപ്പറമ്പിൽ രതീഷ് എന്ന മണികണ്ഠൻ, അരവൂർ സ്വദേശി ശ്രീജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ശരത്ത് ചേരുന്നുണ്ട്. ശരത്ത്, എപ്പോഴായിരുന്നു കേസിന് ആസ്പദമായ സംഭവം? ഇപ്പോൾ 2 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വടക്കാഞ്ചേരി തിരുത്തിപ്പറമ്പിൽ പിതാവിനെയും മകനെയും വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് ഇപ്പോൾ 2 പ്രതികൾ അറസ്റ്റിലായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. തിരുത്തിപ്പറമ്പ് പ്ലാപ്പറമ്പിൽ രതീഷ് എന്ന മണികണ്ഠൻ, അരവൂർ സ്വദേശി ശ്രീജിത്ത് എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇന്നാണ് 2 പ്രതികളെയും അറസ്റ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശരത് ചേരുന്നുണ്ട്. ശരത്, എപ്പോഴായിരുന്നു കേസിന് ആസ്പദമായ സംഭവം? ഇന്ന് 2 പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ശ്രീനിധി, തൃശൂർ വടക്കാഞ്ചേരിയില് അച്ഛനെയും മകനെയും വീട്ടിൽ നിന്ന് വെട്ടിയ സംഭവത്തിൽ പ്രതികൾ പിടിയിലായിട്ടുണ്ട്. തിരുത്തിപ്പറമ്പ് കനാൽ പാലത്തിന് സമീപം ഇന്നലെ രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. മോഹനൻ, മകൻ ശ്യാം എന്നിവർക്കാണ് വെട്ടേറ്റത്. സംഭവത്തിൽ വടക്കാഞ്ചേരി സ്വദേശിയായ രതീഷ്, അരവൂർ സ്വദേശിയായ ശ്രീജിത്ത് എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. വടക്കാഞ്ചേരി പോലീസാണ് ഇവരെ പിടിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി 8 മണിയോടെ സംഭവം. നിരവധി കേസുകളിൽ രതീഷ് പ്രതിയാണ്. കൂട്ടാളി ശ്രീജിത്തും ശ്രീജിത്തും ഇത്തരത്തിൽ നിരവധി കേസുകളിൽ പ്രതിയാണ്. ഇരുവരും മോഹനന്റെ വീട്ടിലെത്തിയിട്ട് മകൻ ശ്യാമിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ആക്രമിക്കുകയായിരുന്നു. ശ്യാമിനെ ആക്രമിക്കുന്നത് കണ്ട് തടയാൻ ചെന്നതായിരുന്നു പിതാവായിട്ടുള്ള മോഹനൻ. ഇതോടുകൂടി സംഘം മോഹന് നേരെ തിരികെയായിരുന്നു. 2 കൈകളിലും വാളേന്തിയായിരുന്നു രതീഷ് മോഹനനെ ആക്രമിച്ചത്. പുറത്തും നെഞ്ചിലും വെട്ടേറ്റ മോഹനും മകനും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മോഹന്റെ കുടുംബവുമായി രതീഷിന് മുമ്പ് തന്നെ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഈ രതീഷിന്റെ വീടിന് സമീപത്താണ് മോഹനൻ മുമ്പ് താമസിച്ചിരുന്നത്. നിലവിൽ അവിടെയല്ല. ഈ മുമ്പുള്ള തർക്കമാണ് ഈ രതീഷിനെ ഇത്തരത്തിലുള്ള ആക്രമണത്തിലേക്ക് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ശ്രീനിധി, ശരി, ശരത്താണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.